നിങ്ങളുടെ സ്ക്രീനിലുള്ള മൈക്രോഫോൺ അതുപോലെ വീഡിയോ ഈ രണ്ട് കാര്യങ്ങൾ ഓഫ് ചെയ്യുക. വീഡിയോ ഓഫ് ചെയ്യുന്നത് നിങ്ങളുടെ വീഡിയോ കൂടി ഓൺ ആണെങ്കിൽ കുറെ കൂടി ഡേറ്റ നിങ്ങൾക്ക് പോവും. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഓഫ് ചെയ്യുക, മൈക്കും അതുപോലെ ഓഫ് ചെയ്യുക. ഓക്കെ, എന്നെ മാത്രം കണ്ടാൽ മതിയല്ലോ. മൈക്ക് ഓൺ ആക്കാൻ പറയുമ്പോൾ മാത്രം, റെസ്പോൺസ് വരുന്ന സമയത്ത് മാത്രം മൈക്ക് ഓൺ ആക്കിയാൽ മതി. തൽക്കാലം മൈക്ക് ഓഫ് ആക്കി വയ്ക്കുക. ഓക്കെ, കഴിഞ്ഞ എൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. എൻ്റെ പേര് ശരത്ത്, ഫിസിക്സ് ആണ് എടുക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ തുടങ്ങിയായിരുന്നു, ഫിസിക്സിലെ ആദ്യത്തെ പാഠം. അപ്പോൾ കുറെ പേരൊക്കെ പുതിയ ആൾക്കാരാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല, ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ അത് ഞാൻ ഒന്നുകൂടി പറയാം. നമ്മുടെ ഹയർ സെക്കൻഡറിയിൽ +1 2 ടെക്സ്റ്റുകളാണുള്ളത്. മൊത്തത്തിൽ 15 ചാപ്റ്ററുകളുണ്ട്. ഈ 15 ചാപ്റ്ററുകൾ 2 ടെക്സ്റ്റിലായിട്ടാണ് കിടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടായിരുന്നു, പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഒന്നുകൂടി പറയുന്നത്. ഈ 15 പാഠങ്ങൾ 2 ടെക്സ്റ്റിലായിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ടെക്സ്റ്റില് ആദ്യത്തെ ചാപ്റ്ററാണ് ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ 15 ചാപ്റ്ററുകളിൽ ഓരോ ചാപ്റ്ററിനും കൃത്യമായ വെയിറ്റേജുകളുണ്ട്. ഇത്ര മാർക്കിന് ചോദിക്കും എന്നുണ്ട്. ആ വെയിറ്റേജ് വെച്ച് നോക്കുകയാണെങ്കിൽ, എക്സാമിന്റെ വെയിറ്റേജ് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് മാർക്ക് മാത്രം, ഏകദേശം 1/2 മാർക്ക് മാത്രമാണ് നമുക്ക് ഈ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമുക്ക് കിട്ടുക. അത്രേ ഉള്ളൂ. 1/2 മാർക്കിനുള്ള ചോദ്യങ്ങൾ മാത്രമേ ഇതിൽ ചോദിക്കൂ. കാര്യം അത്രത്തോളം ചെറിയൊരു ചാപ്റ്ററാണ് ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ. അത് സ്ഥിരമായി ചോദിക്കുന്ന ഒരു സ്ഥലമുണ്ട്, മേഖലയുണ്ട്. ആ ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ ദിവസം ഞാൻ മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 വർഷം കൂടെ മൊത്തം 200 മാർക്കാണ് നമുക്കുള്ളത്. അതിൽ ഈ വർഷം ഫിസിക്സിലെ 200 മാർക്കാണ് മൊത്തം ഉള്ളത്. അതിൽ ഈ വർഷം നമുക്ക് 60 മാർക്കാണ് എക്സാം ഉള്ളത്. ബാക്കി കണ്ടിന്യൂസ് വാല്യുവേഷൻ ഉണ്ട്. പിന്നെ സെക്കൻഡ് ഇയറിലും 60 മാർക്ക് നമ്മൾ എഴുതി മേടിക്കണം. ബാക്കിയുള്ളതൊക്കെ പ്രാക്ടിക്കലും മറ്റു കാര്യങ്ങളൊക്കെയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, സെക്കൻഡ് ഇയറിൽ മാത്രമാണ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഉള്ളത്. ഫസ്റ്റ് ഇയറിൽ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഇല്ല. അപ്പൊ ഫസ്റ്റ് ഇയറിൽ മൊത്തം നിങ്ങൾക്ക് 540 മാർക്കാണ്. എല്ലാ സബ്ജക്റ്റും കൂടെ 540 മാർക്കാണ്. 540-ൽ 60 മാർക്കാണ് നമുക്ക് ഫിസിക്സിൽ ഉള്ളത്. ഓക്കെ, അപ്പൊ 60 മാർക്കാണ് നമുക്ക് ഈ 15 ചാപ്റ്ററിൽ നിന്ന് സ്കോർ ചെയ്യുന്നത്. അപ്പൊ അതില് ക്വസ്റ്റ്യൻ പാറ്റേൺ നമുക്ക് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം. ഒരു ചാപ്റ്ററൊക്കെ തീർന്നതിന് ശേഷം ക്വസ്റ്റ്യന്റെ പാറ്റേൺ നമുക്ക് ഡിസ്കസ് ചെയ്യാം. തൽക്കാലം നമുക്ക് ആ ചാപ്റ്ററിന്റെ കാര്യങ്ങളിലേക്ക് വരാം. ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആദ്യം പറയുന്നത് സയൻസിനെ കുറിച്ചും സയൻസിന്റെ ബ്രാഞ്ചിനെ കുറിച്ചും, എന്താണ് ഫിസിക്സ്, ഫിസിക്സിൽ ഏതൊക്കെ ബ്രാഞ്ചുകളുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, എന്താണ് സയൻസ്, എന്താണ് ഫിസിക്സ്, ഫിസിക്സിൽ ഏതൊക്കെ ബ്രാഞ്ചുകളുണ്ട്, എങ്ങനെയാണ് നമ്മൾ സയൻസ് പഠിക്കുന്നത്, അതിന്റെ സിസ്റ്റമാറ്റിക് വേ എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തായിരുന്നു. ആ ക്ലാസ് ഒക്കെ ചാനലിന്റെ യൂട്യൂബ് ചാനലിലുണ്ട്. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. എത്ര തവണ വേണോ കാണാവുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമില്ല. കാര്യം യൂട്യൂബ് ചാനലിൽ ഉള്ളതുകൊണ്ട് നിങ്ങൾക്കത് വീണ്ടും വീണ്ടും കാണാവുന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോ ഇതില് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരേ ഒരു ടോപ്പിക്, ഈ ചാപ്റ്റർ അത്രത്തോളം ചെറിയൊരു ചാപ്റ്ററാണ്. അതിലാകെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരേ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചറാണ്. നമ്മുടെ നേച്ചറിലുള്ള ഫണ്ടമെന്റൽ ഫോഴ്സുകളെ കുറിച്ചാണ്. അതിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ജസ്റ്റ് ആ ഫോഴ്സുകളുടെ പേര് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഫോഴ്സുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല. അപ്പൊ നമുക്ക് ഫോഴ്സുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ചില ഫോഴ്സുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഫോഴ്സുകൾ, ഫണ്ടമെന്റൽ ഫോഴ്സുകൾ എന്ന്. ഓക്കെ, ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ. പ്രധാനമായിട്ടും 4 ഫോഴ്സുകളാണ് ബേസിക് ഫോഴ്സ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഫോഴ്സുകൾ എന്ന് പറയും. അത് നമുക്ക് ആ ഫോഴ്സുകൾ ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. രണ്ടാമത്തെ ഫോഴ്സ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. മൂന്നാമത്തെ ഫോഴ്സ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. നാലാമത്തെ ഫോഴ്സ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഓക്കെ,
ഞാൻ ഈ ബോർഡിൽ എഴുതിയിരിക്കുന്ന 4 ഫോഴ്സുകളാണ് ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ എന്ന് പറയും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, സെക്കൻഡ് വൺ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, തേർഡ് വൺ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആൻഡ് ഫോർത്ത് വൺ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഞാൻ ഈ എഴുതിയിരിക്കുന്നത് ഫോഴ്സിന്റെ സ്ട്രെങ്ത് കൂടി വരുന്ന ഓർഡറിലാണ്. ഏറ്റവും സ്ട്രെങ്ത് കുറഞ്ഞ ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഏറ്റവും സ്ട്രെങ്ത് കുറഞ്ഞത്, ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതിനേക്കാളും സ്ട്രോങ് ആണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. അതിനേക്കാളും സ്ട്രോങ് ആണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. സോ ഇൻ ദി ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് സ്ട്രെങ്ത്, അതായത് തീവ്രത കൂടി വരുന്ന ഓർഡറിൽ മുറയ്ക്ക് നമ്മൾ ഫോഴ്സുകളെ, ഫണ്ടമെന്റൽ ഫോഴ്സുകളെ ക്ലാസിഫൈ ചെയ്താൽ ഇങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ: ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആൻഡ് ഫൈനലി സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പൊ നമുക്ക് ഓരോ ഫോഴ്സുകളെ കുറിച്ചും നോക്കാം. എന്താണ് ഓരോ ഫോഴ്സും, അത് എവിടെയൊക്കെയാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിലേക്ക് തന്നെ പോകാം. ആദ്യത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഈ ഫോഴ്സിനെ കുറിച്ച് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ന്യൂട്ടൺസ് ലോ ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ എന്ന് പറയും. നമ്മുടെ യൂണിവേഴ്സിലുള്ള എല്ലാ മാസീവ് ആയിട്ടുള്ള ഓബ്ജക്റ്റുകളും പരസ്പരം അട്രാക്ട് ചെയ്യപ്പെടും. എല്ലാ വസ്തുവും അതിന് തൊട്ടടുത്തുള്ള വസ്തുക്കളെ അതിനടുത്തോട്ട് എന്ത് ചെയ്യുന്നു? അട്രാക്ട് ചെയ്യും. ഈ അട്രാക്റ്റീവ് ഫോഴ്സുകളെ, രണ്ട് മാസുകൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ എനി ടു മാസസ് ഇൻ ദി യൂണിവേഴ്സ്. നമ്മുടെ യൂണിവേഴ്സിലുള്ള ഏത് രണ്ട് മാസുകൾക്കും തമ്മിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അതെപ്പോഴും ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആയി. ഈ അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് വിളിക്കുക. ഇതിന്റെ ഇക്വേഷൻ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. നോക്കൂ, m1 എന്ന് പറയുന്ന ഒരു മാസ്, m2 എന്ന് പറയുന്ന മറ്റൊരു മാസ്, ഈ രണ്ട് മാസുകൾ തമ്മിലുള്ള അകലം r ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ m1 m2നെ അതിനടുത്തേക്കും സിമിലർലി m2 m1നെ അതിനടുത്തേക്കും അട്രാക്ട് ചെയ്യും. അതായത് ഈ രണ്ട് മാസുകൾക്കിടയിൽ there is a force of attraction. അവർക്കിടയിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടായി. ഈ മാസുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് വിളിക്കുക. അക്കോർഡിംഗ് ടു ന്യൂട്ടൺ, ഈ രണ്ട് മാസുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് മാസുകളുടെ പ്രോഡക്റ്റിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. ഈ രണ്ട് മാസുകൾ തമ്മിലുള്ള അകലത്തിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. പ്രോഡക്റ്റ് ഓഫ് ദി മാസിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ, square of the distance in inversely proportional. That is F proportional to m1 m2 divided by r square. എന്ന് പറഞ്ഞാൽ ഫോഴ്സ് പ്രോഡക്റ്റ് ഓഫ് മാസിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ, സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. സാധാരണ പ്രപ്പോർഷണാലിറ്റി സൈൻ നമ്മൾ എങ്ങനെയാ മാറ്റുക? കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ, അല്ലെ? അപ്പൊ F is equal to a constant G into m1 m2 divided by r square. Okay, G into m1 m2 divided by r square. This is Newton's law, and this force is called a gravitational force. രണ്ട് ബോഡികൾ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ ഇതാണ്. F is equal to G into m1 m2 divided by r square. G വിളിക്കുന്ന പേരെന്താ? G വിളിക്കുന്ന പേര് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്നാണ്. G is called a universal gravitational constant. ഓക്കെ, m1 ആദ്യത്തെ ബോഡിയുടെ മാസ്, m2 രണ്ടാമത്തെ ബോഡിയുടെ മാസ്, r എന്ന് പറയുന്ന രണ്ട് മാസുകൾ തമ്മിലുള്ള അകലം. ഓക്കെ, അപ്പൊ ഇതാണ് രണ്ട് മാസുകൾ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഈ ഫോഴ്സിന് ചില പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണ് ഈ ഫോഴ്സുകളുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നോക്കാം. ഒന്ന്, ഇറ്റ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ്. അതെല്ലായ്പ്പോഴും അട്രാക്റ്റീവ് ആയിരിക്കും. ഒരു മാസ് മറ്റൊരു മാസിനെ എപ്പോഴും അതിനടുത്തേക്ക് അട്രാക്റ്റേ ചെയ്യത്തുള്ളൂ. സോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ്. രണ്ടാമത്തെ പോയിന്റ് നമുക്ക് പറയാൻ പറ്റുന്നത് ഇറ്റ് ഈസ് ലോങ് റേഞ്ച് ഫോഴ്സ്. ഇതെന്ന് പറയുന്നത് ഒരു ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. എന്ന് പറഞ്ഞാൽ എത്ര ദൂരത്തെ മാസ് ഇരുന്നാലും ആ രണ്ട് മാസുകൾ തമ്മിലുള്ള ഫോഴ്സ് എന്ത് ചെയ്യും? അനുഭവപ്പെടും. അതായത് എഫിന്റെ വാല്യൂ 0 ആവുന്നത് എപ്പോ മാത്രമാണ്? G 0 അല്ല, രണ്ട് മാസ്, ഏത് രണ്ട് ബോഡികൾക്കും മാസ് ഉണ്ടായിരിക്കും. പിന്നെ F 0 ആണെങ്കിൽ R എന്താവണം? R ഡിനോമിനേറ്ററിലാണ്, R ഇൻഫിനിറ്റി ആവണം. R ന്റെ വാല്യൂ ഇൻഫിനിറ്റി ആയാൽ മാത്രമേ F ന്റെ വാല്യൂ എന്താവും? 0 ആവും. അതായത് ഇൻഫിനിറ്റ്
ഡിസ്റ്റൻസിൽ വരെ ഈ ഫോഴ്സ് എന്ത് ചെയ്യുന്നു, എക്സ്പീരിയൻസ് ചെയ്യും. അല്ലെങ്കിൽ ഈ ഫോഴ്സിന് നമുക്ക് ഒരു ലോങ് റേഞ്ച് ഫോഴ്സ് എന്ന് പറയാം. മാസുകൾ തമ്മിലുള്ള അകലം എത്ര വലുതായാലും അതിനിടയിൽ രണ്ട് മാസുകൾക്കിടയിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്യുന്നു, എക്സ്പീരിയൻസ് ചെയ്യും. ഓക്കെ, സോ ഇതൊരു ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് എ ലോങ് റേഞ്ച് ഫോഴ്സ്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇറ്റ് ഇസ് ദ വീക്കസ്റ്റ് ഫോഴ്സ്. ഫണ്ടമെന്റൽ ഫോഴ്സുകളിൽ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, സോ പോയിന്റ്, ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ഓൾവേസ് അട്രാക്റ്റീവ്. ഇത് എല്ലായ്പ്പോഴും അട്രാക്റ്റീവ് ആണ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഇറ്റ് ഈസ് എ ലോങ് റേഞ്ച് ഫോഴ്സ്. ലോങ് റേഞ്ച് ആണ്. രണ്ട് മാസുകൾ തമ്മിലുള്ള അകലം എത്ര വലുതായാലും അവയ്ക്കിടയിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആൻഡ് ഫൈനലി ഇറ്റ് ഈസ് ദി weakest force. Okay, gravitational force is the weakest force. So characteristics of gravitational force ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, gravitational force is always attractive, it is a long range force and is the weakest force known in nature. നേച്ചറിലെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഫോഴ്സ് മനസ്സിലാവുമല്ലോ. ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചറിലെ ആദ്യത്തെ ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇറ്റ് ഈസ് ദി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ എനി ടു മാസസ്. ഏത് രണ്ട് മാസുകൾക്കിടയിലും അനുഭവപ്പെടുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ വിളിക്കുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ F is equal to G(m1m2) divided by R square, where m1m2 are the masses and R is the distance between the two masses. And G is called the universal gravitational constant, and these are the properties of gravitational force. Okay, clear ആണല്ലോ? അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഫോഴ്സിലേക്ക് പോകാം. എന്താണ് രണ്ടാമത്തെ ഫോഴ്സ്? രണ്ടാമത്തെ ഫോഴ്സ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. പേര് വീക്ക് ആണെങ്കിലും അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാളും എന്താണ്, വലുതാണ്. സ്ട്രെങ്ത് വെച്ച് നോക്കുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാളും വലുതാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഓക്കെ, വേറൊരു ഫോഴ്സ് ഉണ്ട്, നമ്മൾ പറഞ്ഞു സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഓക്കെ, ഇപ്പൊ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എവിടെയാണ് അനുഭവപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ആറ്റത്തിനകത്ത് ഒരു സെൻട്രൽ കോർ ഉണ്ട്, കോൾഡ് ന്യൂക്ലിയസ്. ശരിയാണ്. ചില ന്യൂക്ലിയർ റിയാക്ഷന്റെ സമയത്ത് ന്യൂക്ലിയസിനകത്ത് അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് എന്ത്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. എന്താണ് ഈ ചില ന്യൂക്ലിയർ റിയാക്ഷൻ എന്ന് വെച്ചാൽ? നോക്കൂ, നമ്മളൊരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ ആറ്റത്തിന്റെ സെൻട്രലായിട്ട് ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്? പ്രോട്ടോണുകളും ന്യൂട്രോണുകളും. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റാകെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആറ്റത്തിന്റെ സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. റുദർഫോർഡ് ആറ്റം മോഡൽ, ബോർ ആറ്റം മോഡൽ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എല്ലാവർക്കും അറിയാം ആറ്റം എങ്ങനെയാണ്. ഓക്കെ, അപ്പോ ആറ്റത്തിന്റെ അകത്തെ ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണുകളും ന്യൂട്രോണുകളുമാണ് ഉള്ളത്. ഓക്കെ, ഈ പ്രോട്ടോണുകൾക്ക് എന്ത് ചാർജാ? പോസിറ്റീവ് ചാർജാണ്. ന്യൂട്രോണുകൾക്കോ ചാർജ് ഒന്നുമില്ല. ന്യൂട്രോൺ ചാർജ് ലെസ് ആയിട്ടുള്ള ഒരു പാർട്ടിക്കൽ. ഓക്കെ, അപ്പൊ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളും ചാർജ് ഒന്നുമില്ലാത്ത ന്യൂട്രോണുകളുമാണ് ഈ ന്യൂക്ലിയസിനകത്ത് ഇരിക്കുന്നത്. ഓക്കെ, സാധാരണഗതിയിൽ മിക്ക ന്യൂക്ലിയസുകൾ, പ്രത്യേകിച്ച് മാസ് കുറഞ്ഞ ന്യൂക്ലിയസുകളൊക്കെ സ്റ്റേബിൾ ആയി. സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ അത്തരം ന്യൂക്ലിയസിന് എനർജി വളരെ എന്തായിരിക്കും, കുറവാണ്. എനർജിയും സ്റ്റെബിലിറ്റിയും തമ്മിലുള്ള ബന്ധം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എനർജി കൂടുന്നതിനനുസരിച്ച് സ്റ്റെബിലിറ്റി എന്ത് ചെയ്യും, കുറയും അല്ലെ. എനർജി കൂടുതലാണെങ്കിൽ സ്ഥിരത വളരെ എന്തായിരിക്കും, കുറവായിരിക്കും. തിരിച്ച് എനർജി കുറവാണെങ്കിൽ സ്ഥിരത എന്തായിരിക്കും, കൂടുതലായിരിക്കും. ചില ന്യൂക്ലിയസിനുള്ളില് ഈ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും അറേഞ്ച്മെന്റ്, അവ അടുക്കി വെച്ചിരിക്കുന്ന രീതി കാരണം അവയ്ക്ക് സ്റ്റെബിലിറ്റി വളരെ കുറവായിരിക്കും. സ്റ്റെബിലിറ്റി വളരെ കുറവായിരിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, എനർജി വളരെ കൂടുതലായിരിക്കും. എല്ലാ ന്യൂക്ലിയസിനും അല്ല, ചില ന്യൂക്ലിയസ്. ശരിയാണ്, ചില ന്യൂക്ലിയസുകൾക്ക് അങ്ങനെയാണ്. ഫോർ എക്സാമ്പിൾ യുറേനിയം, തോറിയം, അങ്ങനെയുള്ള ചില ന്യൂക്ലിയസുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും അറേഞ്ച്മെന്റ് അൺസ്റ്റേബിൾ ആണ് എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ അല്ല എന്നർത്ഥം, സ്ഥിരതയില്ല എന്നർത്ഥം അല്ലെ. സ്റ്റെബിലിറ്റി വളരെ കുറവാണ്. ദാറ്റ് മീൻസ് അതിന്റെ എനർജി വളരെ കൂടുതലാണ്. അത്തരം ന്യൂക്ലിയസുകളുടെ എനർജി വളരെ കൂടുതലായി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, എനർജിയും സ്റ്റെബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ എനർജി എന്തായിരിക്കണം, കുറവായിരിക്കും. അപ്പൊ ഇത്തരം ന്യൂക്ലിയസുകൾ എന്ത് ചെയ്യും,
എനർജി കുറയ്ക്കാൻ ശ്രമിക്കും. എനർജി കുറച്ചാൽ മാത്രമേ അതിന് എന്ത് കിട്ടത്തുള്ളൂ? സ്റ്റെബിലിറ്റി കിട്ടത്തുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ന്യൂക്ലിയസ് അതിന്റെ എനർജി കുറയ്ക്കുന്നത്? അത് ന്യൂക്ലിയസിനകത്ത് തന്നെ ചില റീ അറേഞ്ച്മെന്റുകൾ നടത്തും. പ്രോട്ടോണുകളും ന്യൂട്രോണുകളും തമ്മിൽ ചില റീ അറേഞ്ച്മെന്റ്, അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് സെക്കൻഡ് ഇയറിൽ +2 പഠിക്കും. ഇപ്പൊ നിങ്ങൾ ഇത്ര അറിഞ്ഞാൽ മതി. ന്യൂക്ലിയസിനകത്ത് ചില റീ അറേഞ്ച്മെന്റുകൾ നടത്തും. റീ അറേഞ്ച്മെന്റുകൾ നടത്തിയതിനു ശേഷം അത് ചില പാർട്ടിക്കിളിനെയും അതിനോടൊപ്പം കുറെ എനർജിയെയും പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നു. ന്യൂക്ലിയസ് ചില പാർട്ടിക്കിളിനെയും എനർജിയെയും എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നു. അങ്ങനെ ന്യൂക്ലിയസിൽ നിന്ന് എനർജി പുറത്തേക്ക് പോകുമ്പോൾ ന്യൂക്ലിയസിന്റെ എനർജി എന്ത് ചെയ്യും? കുറയും. എനർജി കുറഞ്ഞാൽ അതിനെന്ത് കിട്ടും? സ്റ്റെബിലിറ്റി. ശരിയാണോ? അപ്പോ ന്യൂക്ലിയസ് ഇങ്ങനെ എനർജി എമിറ്റ് ചെയ്യുന്നതിന്, റേഡിയേഷൻസിന് എമിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. എന്ത് പറയാ? റേഡിയോ ആക്ടിവിറ്റി. ആ റേഡിയോ ആക്ടിവിറ്റിയുടെ സമയത്ത് അത് ആൽഫ പാർട്ടിക്കിളിനെ എമിറ്റ് ചെയ്യാറുണ്ട്, ബീറ്റ പാർട്ടിക്കിളിനെ എമിറ്റ് ചെയ്യാറുണ്ട്, ഗാമ പാർട്ടിക്കിളിനെ എമിറ്റ് ചെയ്യാറുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ സെക്കൻഡ് ഇയറിലാണ് വിശദമായിട്ട് പഠിക്കുന്നത്. ആൽഫ ഡി കെ, ബീറ്റ ഡി കെ, അതുപോലെ ഗാമ ഡി കെ. ഇത് ആൽഫയുടെ സിമ്പിളാണ്. ആൽഫ, ഇത് ബീറ്റ, അതുപോലെ എന്താണ്? ഗാമ. ഇതെല്ലാം ഓരോ പാർട്ടിക്കിൾസ് ആണ്, ഓരോ റേഡിയേഷൻസ് ആണ്. ഈ റേഡിയേഷൻസിനെയാണ് ഈ ന്യൂക്ലിയസ് പുറത്തേക്ക് എന്ത് ചെയ്യുന്നത്? എമിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഈ റേഡിയേഷൻസിനെ പുറത്തേക്ക് എമിറ്റ് ചെയ്യുമ്പോൾ ഈ ആൽഫ പാർട്ടിക്കിളിനോടൊപ്പം കുറെ എനർജിയും കാണും, ബീറ്റയോടൊപ്പം കുറെ എനർജി കാണും, ഗാമയോടൊപ്പം എന്ത് കാണും? എനർജി കാണും. ഓക്കെ, അങ്ങനെ എമിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ന്യൂക്ലിയസിന്റെ എനർജി എന്ത് ചെയ്യുന്നു? കുറയുന്നു. അത് സ്റ്റേബിൾ ആയിട്ട് മാറും. ഓക്കെ, അപ്പോ ഇതിനെയാണ് നമ്മൾ ന്യൂക്ലിയർ റിയാക്ഷൻസ് അല്ലെങ്കിൽ റേഡിയോ ആക്ടിവിറ്റി എന്നൊക്കെ പറയും. ഓക്കെ, അതില് ഈ ബീറ്റ ഡി കെ, ബീറ്റ പാർട്ടിക്കിളിനെ, ന്യൂക്ലിയസ് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ബീറ്റ പാർട്ടിക്കിളിനെ എമിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബീറ്റ ഡി കെ എന്ന് പറയും. ഈ ബീറ്റ ഡി കെയുടെ സമയത്ത് ന്യൂക്ലിയസിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഇറ്റ് ഈസ് ദി ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദി ന്യൂക്ലിയസ് ഡ്യൂറിംഗ് ബീറ്റ ഡി കെ or during certain nuclear reactions. ചില ന്യൂക്ലിയർ റിയാക്ഷൻസിന്റെ സമയത്ത് എസ്പെഷ്യലി ബീറ്റ ഡി കെ പോലുള്ള ന്യൂക്ലിയർ റിയാക്ഷന്റെ സമയത്ത് ന്യൂക്ലിയസിൽ അനുഭവപ്പെടുന്ന ഒരു ചെറിയ ഫോഴ്സ്, ആ ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് വിളിക്കുക. അത് ഷോർട്ട് റേഞ്ച് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ്. അതിന്റെ റേഞ്ച് വളരെ കുറവാണ്. കാര്യം ന്യൂക്ലിയസിനകത്തല്ല ഇത് അനുഭവപ്പെടുക. ന്യൂക്ലിയസിന്റെ വലിപ്പം എന്ന് പറയുന്നത് വളരെ എന്താണ്? ചെറുതാണ്. നമുക്കറിയാം, വളരെ ചെറിയ ഒരു സ്ഥലമാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ആറ്റത്തിന്റെ സെൻട്രൽ കോറാണ്. അതിന്റെ വോളിയം വളരെ കുറവാണ്. അപ്പൊ ആ കുഞ്ഞു വോളിയത്തിനകത്ത്, ആ കുഞ്ഞു സ്ഥലത്തിനകത്ത് അനുഭവപ്പെടുന്ന ഒരു ഫോഴ്സ്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ഷോർട്ട് റേഞ്ച് എന്ന് പറയാം. നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞ ലോങ് റേഞ്ച് ആയിരുന്നു, അല്ലെ? വളരെ ദൂരത്തിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആയിരുന്നു. ഇതെന്താണ്? ഷോർട്ട് റേഞ്ച്. വളരെ ചെറിയ ദൂരത്തിലാണ് ഈ ഫോഴ്സ് അനുഭവപ്പെടുന്നത്. ഓക്കെ, അപ്പോ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ത് എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ എന്താണ്? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് എ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ന്യൂക്ലിയസ് ഡ്യൂറിംഗ് സർട്ടൻ ന്യൂക്ലിയർ റിയാക്ഷൻ. ചില പ്രത്യേക ന്യൂക്ലിയർ റിയാക്ഷനുകളുടെ സമയത്ത്. ഉദാഹരണം ഏതാണ്? ബീറ്റ ഡി. ശരിയാണ്. ബീറ്റ ഡി കെ പോലുള്ള പ്രത്യേക ന്യൂക്ലിയർ റിയാക്ഷനുകളുടെ സമയത്ത് ന്യൂക്ലിയസിന് അനുഭവപ്പെടുന്ന വീക്ക് ആയിട്ടുള്ള ഫോഴ്സ്, ആ ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് വിളിക്കുക. അതൊരു ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ്. വളരെ ചെറിയ ദൂരത്തിലാണ് ആ ഫോഴ്സ് എന്ത് ചെയ്യുന്നത്? എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? സോ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിനെ കുറിച്ച് ഇത്രയും നമുക്ക് പറയാനുള്ളത്. അടുത്ത മൂന്നാമത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ചാർജുകൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സാണ്. ചാർജുകൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മള് നേരത്തെ മാസുകൾ തമ്മിലുള്ള ഫോഴ്സ് പറഞ്ഞതുപോലെ രണ്ട് ചാർജുകൾ കൺസിഡർ ചെയ്യുക. Q1 ഒരു ചാർജാണ്, Q2 മറ്റൊരു ചാർജാണ്. ഈ രണ്ട് ചാർജും റെസ്റ്റിലാണെന്ന് വരും. Q1 ഈസ് എ ചാർജ്. അത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആവാം. നമ്മൾ അതിന്റെ പൊളാരിറ്റിയെ കുറിച്ച് പറയുന്നില്ല. ഏതോ ചാർജ്, പ്ലസ് ആവാം, മൈനസ് ആവാം. Q1 ഒരു ചാർജ്, Q2 മറ്റൊരു ചാർജ്. നേരത്തെ പറഞ്ഞതുപോലെ ഇവർ തമ്മിലുള്ള അകലം എന്താണെന്ന് വരിക? R ആണെന്ന്. സോ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ചാർജുകൾക്കിടയിൽ എന്ത് കാണും? ഒരു ഫോഴ്സ് കാണും. പക്ഷെ ആ ഫോഴ്സ് എന്തൊക്കെയാവാം? അട്രാക്ഷനും ആവാം, റിപ്പൾഷനും ആവാം. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഒരേപോലത്തെ ചാർജുകളാണെങ്കിൽ, ഒരേപോലത്തെ ചാർജ് എന്ന് പറഞ്ഞാൽ രണ്ടും പോസിറ്റീവ് ആണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ രണ്ട് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അല്ലെങ്കിൽ രണ്ട് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇവർക്കിടയിലുള്ള ഫോഴ്സ് എന്തായിരിക്കും?
റിപ്പൾസീവ് ആയിരിക്കും. ഒരേ ചാർജുകൾ എന്ത് ചെയ്യുന്നു? റിപ്പൽ ചെയ്യുന്നു, വികർഷിക്കുന്നു. അതേസമയം അൺലൈക്ക് ചാർജുകളാണെങ്കിൽ, അൺലൈക്ക് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ പോസിറ്റീവും മറ്റൊരാൾ നെഗറ്റീവ്. അങ്ങനെ അൺലൈക്ക് ആണ് എങ്കിൽ അവർ പരസ്പരം എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. എനിവേ ഈ രണ്ട് ചാർജുകൾക്കിടയിൽ എന്ത് കാണും? ഒരു ഫോഴ്സ് കാണും. ഒന്നുകിൽ അത് അട്രാക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അത് റിപ്പൾഷൻ ആയിരിക്കും. ഈ ഫോഴ്സ് അതിനെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്നാ പറയാം. എന്താ പറയാ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഈ രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സിനെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്നാ പറയാം. ഞാൻ നേരത്തെ രണ്ട് മാസുകൾ തമ്മിലുള്ള ഫോഴ്സ് പറഞ്ഞതുപോലെ ഈ ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സിന്റെയും പ്രത്യേകത, ആ ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദി ചാർജ് ആയിരിക്കും, Q1 into Q2, and inversely proportional to square of the distance ആയിരിക്കും. So F proportional to Q1 Q2 divided by R square. Q1 എന്താണ്? ആദ്യത്തെ ചാർജ്. Q2 എന്താണ്? രണ്ടാമത്തെ ചാർജ്. R എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള ദൂരം. അപ്പൊ മാസിന് പകരം ചാർജ് വന്നു എന്നേ ഉള്ളൂ. F is equal to നമുക്ക് എന്തെന്ന് എഴുതാം? A constant K into Q1 Q2 divided by R square. കോൺസ്റ്റന്റിന്റെ വാല്യൂവിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. ഓക്കെ, സെക്കൻഡ് ഇയറിലാണ് ഈ ഫോഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. ഇപ്പൊ ജസ്റ്റ് ആ ഫോഴ്സ് എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ K is a constant. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനുള്ള കോൺസ്റ്റന്റ് ആണ് K. ഓക്കെ, സോ ഇതാണ് രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സ്. F is equal to K Q1 Q2 divided by R square, where Q1 and Q2 are the two static charges. Static charge എന്ന് പറഞ്ഞാൽ റെസ്റ്റിലുള്ള ചാർജ്, മൂവ് ചെയ്യാത്ത ചാർജ്. And R is the distance between the charges. R എന്ന് പറയുന്നത് ചാർജുകൾ തമ്മിലുള്ള എന്താണ്? ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞല്ലോ ഈ ചാർജുകൾ റെസ്റ്റിലാണ്, സ്റ്റാറ്റിക് ആണ് എന്ന് പറഞ്ഞാൽ അത് മൂവ് ചെയ്യുന്നില്ല. സപ്പോസ് ഈ ചാർജ് മൂവ് ചെയ്യുന്നു വിചാരിക്കുക, Q1 Q2 മൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. Q1 Q2 മൂവ് ചെയ്താൽ എന്ത് പറ്റും? നമ്മൾ പഠിച്ചിട്ടുണ്ട് ചാർജിന്റെ മോഷൻ. ചാർജ് മൂവ് ചെയ്താൽ അവിടെ എന്തുണ്ടാവും? കറണ്ട് ഉണ്ടാവും. കറണ്ട് ഈസ് ദി ഫ്ലോ ഓഫ് ചാർജ്. ചാർജിന്റെ ഫ്ലോയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഇലക്ട്രിക് കറണ്ട് എന്ന് പറയും. അപ്പൊ Q1 Q2 മൂവ് ചെയ്താൽ, ചാർജുകൾ മൂവ് ചെയ്താൽ അവിടെ ഒരു കറണ്ട് ഉണ്ടാവുന്നു. അവിടെ കറണ്ട് ഉണ്ടാവും. കറണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ ആ കറണ്ടിന് ചുറ്റാകെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, ഇല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇതൊരു വയറാണെന്ന് വിചാരിക്കുക. ഈ വയറിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യുന്നു, ഐ കറണ്ട്. ഈ വയറിലൂടെ ഒരു ഐ കറണ്ട് മുകളിലോട്ട് പാസ് ചെയ്യുകയാണെങ്കിൽ ഈ വയറിന് ചുറ്റാകെ എന്തുണ്ടാവും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ശരിയാണോ? ഈ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഈ മൂവ് ചെയ്യുന്ന ചാർജുകൾക്ക് എന്തനുഭവപ്പെടും? ഒരു ഫോഴ്സ് അനുഭവപ്പെടും. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഈ ചാർജിന് എന്തനുഭവപ്പെടും? ഒരു ഫോഴ്സ് അനുഭവപ്പെടും. സോ ഇലക്ട്രിക് ഫോഴ്സ് അതുപോലെ മാഗ്നറ്റിക് ഫോഴ്സ്, രണ്ട് ഫോഴ്സും ഉണ്ട്. ഈ രണ്ട് ഫോഴ്സിനെ കൂടെ ചേർത്താണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് വിളിക്കുക. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. Okay, so there are two forces. First one, electric force, static force due to the charges at rest. മറ്റൊന്ന്, ഈ റെസ്റ്റിലുള്ള ചാർജ് മൂവ് ചെയ്താൽ അവിടെ കറണ്ട് ഉണ്ടാവും. കറണ്ട് കാര്യം കണ്ടക്ടറിന് ചുറ്റാകെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഈ ചാർജുകൾക്ക് എന്തനുഭവപ്പെടും? ഒരു ഫോഴ്സ് അനുഭവപ്പെടും. അത് മാഗ്നറ്റിക് ഫോഴ്സ്. ഈ ഇലക്ട്രിക് ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സും കൂടെ ചേർന്നാണ്, അതിനെ ഒരുമിച്ചാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് വിളിക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് ദി ഫോഴ്സ് ബിറ്റ്വീൻ ചാർജസ്. ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുമ്പോൾ റെസ്റ്റിലുള്ള ചാർജുകളാവാം, മൂവ് ചെയ്യുന്ന ചാർജുകളാവാം. റെസ്റ്റിലുള്ള ചാർജ് ആണെങ്കിൽ അവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്, മൂവ് ചെയ്യുന്ന ചാർജ് ആണെങ്കിൽ അതിന് മാഗ്നറ്റിക് ഫോഴ്സ് ആണ് അനുഭവപ്പെടുക. ശരിയാണ്? ഇത് രണ്ടുകൂടെ ചേർത്താണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. സോ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് ദി ഫോഴ്സ് ബിറ്റ്വീൻ ചാർജസ്, either charges at rest or charges in motion. ഒന്നെങ്കിൽ ചാർജ് റെസ്റ്റിലായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? ചാർജ് മോഷനിലായിരിക്കും. രണ്ടായാലും അവിടെ ചാർജുകൾക്ക് എന്തനുഭവപ്പെടും? ഫോഴ്സ്. ചാർജുകൾക്കിടയിൽ എന്തനുഭവപ്പെടും? ഫോഴ്സ് അനുഭവപ്പെടും. ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പറഞ്ഞു ഇറ്റ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തായിരുന്നു? എപ്പോഴും അട്രാക്റ്റീവ് ആയിരുന്നു. ഒരു മാസം മറ്റൊരു മാസത്തിനെ അട്രാക്ട് ചെയ്യത്തുള്ളൂ. ശരിയാണ്? പക്ഷെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിന്റെ പ്രത്യേകത അതല്ല. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് അട്രാക്റ്റീവും ആവാം, റിപ്പൾസീവും ആവാം. ശരിയാണോ? അപ്പോൾ ഓൾവേസ് അട്രാക്റ്റീവ് അല്ലെങ്കിൽ ഓൾവേസ് റിപ്പൾസീവ് നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ക്യാൻ ബി അട്രാക്റ്റീവ് ആസ് വെൽ ആസ് റിപ്പൾസീവ്. അത് ചാർജിന്റെ ടൈപ്പിനനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. ഒരേ തരത്തിലുള്ള ചാർജാണ്, മീൻസ് പോസിറ്റീവ് ചാർജുകളാണ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജുകളാണെങ്കിൽ അതിനെ നമ്മൾ ലൈക്ക് അൺലൈക്ക് എന്നാ പറയാം. ഇപ്പൊ ലൈക്ക് ചാർജസ് ആണെങ്കിൽ അവര് റിപ്പൽ ചെയ്യും, അൺലൈക്ക് ചാർജ് ആണെങ്കിൽ അവർ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. അപ്പൊ രണ്ടും ആവാം, അട്രാക്ഷനും ആവാം, റിപ്പൽഷനും ആവാം എന്നുള്ളതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിന്റെ ആദ്യത്തെ പ്രത്യേകത.
രണ്ട് ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. ഇവിടെയും ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. R താഴെയാണ് വരുന്നത്. അപ്പോൾ R ഇൻഫിനിറ്റി ആവുമ്പോൾ മാത്രമേ F എന്താവും? 0 ആവും. ശരിയാണ്. അപ്പൊ ചാർജുകൾ തമ്മിലുള്ള അകലം എത്ര കൂടുതലാണെങ്കിലും ആ ചാർജുകൾക്കിടയിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ത് ചെയ്യും? എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സും എന്താണ്? ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. ശരിയാണോ? ഓക്കെ. അപ്പൊ ഈ രണ്ട് പോയിന്റുകളാണ് നമുക്ക് പറയാനുള്ളത്. ആരെ കുറിച്ച്? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിനെ കുറിച്ച്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ F is equal to G m1 m2 divided by r square എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ എഴുതി. ഇവിടെ F is equal to K q1 q2 divided by r square എന്ന് പറയുന്ന ഇക്വേഷൻ വരും. ഈ രണ്ട് ഇക്വേഷനുകളെയും നമ്മൾ ജനറലി വിളിക്കുന്ന ഒരു പേരുണ്ട്. ആ പേരാണ് ഇൻവേഴ്സ് സ്ക്വയർ ലോ. ഇൻവേഴ്സ് സ്ക്വയർ ലോ. ഈ രണ്ട് ലോയെയും നമ്മൾ ജനറൽ ആയിട്ട് വിളിക്കുന്ന പേരെന്താണ്? ഇൻവേഴ്സ് സ്ക്വയർ ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് എന്നുള്ളത് ഇതിനകം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ശരിയാണ്. എന്താണ് ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് വിളിക്കാൻ കാര്യം? ഈ രണ്ട് ലോയിലും ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഫോഴ്സ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ടാണ് ഈ ലോയെ എന്തെന്ന് വിളിക്കുക? ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് വിളിക്കുക. ഈ ഇക്വേഷൻ എഴുതിയിട്ടുണ്ടല്ലോ, ഈ ലോയെ നമ്മൾ വിളിക്കുന്ന പേര് കൂളോംസ് ലോ എന്നാണ്. കൂളോംസ് ലോ. നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് F is equal to G m1 m2 divided by r square എന്ന് പറയുന്ന ഇക്വേഷൻ എഴുതിയല്ലോ, അതേ നമ്മൾ വിളിക്കുന്ന പേര് ന്യൂട്ടൺസ് ലോ എന്നാണ്. ദിസ് ഇസ് കൂളോംസ് ലോ, ദാറ്റ് ഈസ് ന്യൂട്ടൺസ് ലോ. ആ ന്യൂട്ടൺസ് ലോ, ഇത് കൂളോംസ് ലോ. അപ്പൊ ഈ രണ്ട് ലോയും എന്താണ്? ഇൻവേഴ്സ് സ്ക്വയർ ലോ ആണ്. ഈ ലോകളെല്ലാം ജനറൽ ആയിട്ട് വിളിക്കുന്ന പേര്, അതായത് ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് വരുന്ന എല്ലാ ലോയെയും നമ്മൾ വിളിക്കുന്ന പേര് എന്തെന്നാണ്? ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്നാണ്. ഓക്കെ. അപ്പൊ മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് മോഷൻ. മെക്കാനിക്സിലെ ഇൻവേഴ്സ് സ്ക്വയർ ലോ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ന്യൂട്ടൺസ് ലോ ആണ്. F is equal to G m1 m2 divided by r square. ശരിയല്ലേ? ഇലക്ട്രിസിറ്റിയിലെ അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഇൻവേഴ്സ് സ്ക്വയർ ലോ ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ്, കൂളോംസ് ലോയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറയുന്നത്. F is equal to K q1 q2 divided by r square. ഞാൻ ജനറൽ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഈ പേര് ഓർത്ത് വെച്ചിരുന്നാൽ മതി. നമ്മൾ സെക്കൻഡ് ഇയറിൽ ഇതിനെ കുറിച്ച് കാര്യമായിട്ട് പഠിക്കുന്നുണ്ട്, ഇൻവേഴ്സ് സ്ക്വയർ ലോ. അപ്പൊ നമ്മൾ 3 ഫോഴ്സുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് ഒരേ ഒരു ഫോഴ്സ് ആണ്, ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആണ്. ഏതാണ് ആ ഫോഴ്സ്? 4ാമത്തെ ഫോഴ്സ് ഏതാണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഏറ്റവും അവസാനത്തെ ഫോഴ്സ് ആണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഓക്കെ. എന്താണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്? അപ്പൊ ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസുമായിട്ട് ബന്ധം കാണും. നമ്മൾ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിനെ കുറിച്ച് പറഞ്ഞു, അവിടെയും ന്യൂക്ലിയസുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു. ശരിയാണോ? ചില ന്യൂക്ലിയർ റിയാക്ഷന്റെ സമയത്ത് ന്യൂക്ലിയസിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് വിളിക്കുക. അപ്പൊ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താ എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ ന്യൂക്ലിയസിനെ കുറിച്ച് പറഞ്ഞു. ന്യൂക്ലിയസിനകത്ത് എന്തൊക്കെയുണ്ട്? പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. ഇതിൽ പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ്, ന്യൂട്രോണിന് എന്തില്ല? ചാർജ് ഒന്നുമില്ല, ചാർജ്ലെസ് ആണ്. പക്ഷേ നമ്മളിപ്പോ പറഞ്ഞു, പോസിറ്റീവ് ചാർജുള്ള 2 പ്രോട്ടോണുകൾ എടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകൾക്കിടയിൽ ഒരു റിപ്പൾസീവ് ഫോഴ്സ് കാണില്ലേ? കാര്യം എല്ലാ പ്രോട്ടോണുകൾക്കും എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ പോസിറ്റീവ് ചാർജുള്ള ഒരു പ്രോട്ടോൺ പോസിറ്റീവ് ചാർജുള്ള മറ്റൊരു പ്രോട്ടോണിനെ എന്ത് ചെയ്യും? റിപ്പല് ചെയ്യും. കാര്യം ലൈറ്റ് ചാർജസ് റിപ്പൽ. ലൈറ്റ് ചാർജുകൾ എന്താ ചെയ്യുന്നത്? റിപ്പല ചെയ്യും. അപ്പൊ ഈ പ്രോട്ടോണുകൾ തമ്മിൽ ഇങ്ങനെ എന്ത് ചെയ്തു പോകും? റിപ്പൽ ചെയ്തു പോകും. ഞാൻ പറഞ്ഞു ന്യൂക്ലിയസിന്റെ വലിപ്പം വളരെ വളരെ എന്താണ്? കുറവാണ്. അപ്പൊ ഈ കുഞ്ഞ് ന്യൂക്ലിയസിനകത്ത് ഈ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളെയും ചാർജ് ഒന്നും ഇല്ലാത്ത ന്യൂട്രോണുകളെയും ഇങ്ങനെ ഒരുമിച്ച് നിർത്തണ്ടേ? ന്യൂക്ലിയസിന്റെ വലിപ്പം എത്രയാണ്? ഒരു കമ്പാരിസൺ, നമ്മൾ റുദർഫോർഡ് ആറ്റം മോഡലും ബോർ ആറ്റം മോഡലും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ? ഈ ഒരു ന്യൂക്ലിയസിന് എത്ര വലിപ്പം ഉണ്ടാവും? ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി പറഞ്ഞാൽ, ഒരു കമ്പാരിസൺ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ന്യൂക്ലിയസിന് ആറ്റത്തിന്റെ വലിപ്പം എടുത്ത് നോക്കുമ്പോൾ ഒരു ന്യൂക്ലിയസിന് വലിപ്പം എത്രയാണ് എന്ന് ചോദിച്ചാൽ, ഒരു കമ്പാരിസന് വേണ്ടിയിട്ട് പറയാം. ഒരു ക്ലാസ് റൂമിനെ നമ്മൾ ആറ്റമായിട്ട് എടുക്കാം. ഒരു ക്ലാസ് റൂമിനെ നമ്മൾ ആറ്റമായിട്ട് എടുത്താൽ ആ ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ വലിപ്പം എന്ന് പറയുന്നത് ഒരു പിന്നിന്റെ ടിപ്പിന് അത്രയേ ഉള്ളൂ. ഒരു പിൻ ടിപ്പ് എത്രയാണോ അത്രയേ കാണും ന്യൂക്ലിയസ്. ഓക്കെ. എന്ന് പറഞ്ഞാൽ ആറ്റത്തില് ന്യൂക്ലിയസിന്റെ വലിപ്പം വളരെ വളരെ എന്താണ്? ചെറുതാണ്. ആറ്റത്തിനകത്ത് ഏറ്റവും കൂടുതലുള്ളത് എംപ്റ്റി സ്പേസ് ആണ്, ഫ്രീ സ്പേസ് ആണ്. നമ്മൾ റുദർഫോർഡ് ആറ്റം മോഡലിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ആറ്റത്തിന്റെ ഘടനയെ കുറിച്ചൊക്കെ. ശരിയാണ്. അപ്പൊ ആറ്റത്തിൽ ഏറ്റവും കൂടുതൽ ഫ്രീ സ്പേസ് ആണ്.
ആറ്റത്തിന്റെ സെൻട്രലായിട്ട് വളരെ ചെറിയൊരു വോളിയം, ഞാൻ പറഞ്ഞല്ലോ ക്ലാസ് റൂം ആറ്റം ആണെങ്കിൽ ഒരു മുട്ടുസൂചിയുടെ ടിപ്പിന് എത്രയാണ് ന്യൂക്ലിയസിന്റെ വലുപ്പം. അപ്പൊ അത്രത്തോളം കുഞ്ഞു വലുപ്പത്തിലാണ് ന്യൂക്ലിയസ് ഉള്ളത്. പക്ഷേ ഒരാറ്റത്തിലെ ഇലക്ട്രോണുകളുടെ മാസ് ഒഴികെ ബാക്കിയുള്ള മാസ് എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത് എവിടെയാണ്? ന്യൂക്ലിയസിനകത്ത്. ആറ്റത്തിനകത്ത് ഉള്ളത് ആരൊക്കെയാ? പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്. ശരിയാണ്. ഇതിൽ ഇലക്ട്രോൺ മാത്രമാണ് ന്യൂക്ലിയസിന് പുറത്ത് റിവോൾവ് ചെയ്യുന്നത്. ബാക്കിയുള്ള ആൾക്കാർ പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിനകത്താണ്. ശരിയാണോ? അപ്പൊ ഒരു ആറ്റത്തിന്റെ ഭൂരിഭാഗം മാസ് ഇലക്ട്രോണിന്റെ മാസ് ഒഴിച്ച്, ഇലക്ട്രോണിന്റെ മാസ് വളരെ കുറവാണ്, പ്രോട്ടോണിനും ന്യൂട്രോണിനും മാസ് കൂടുതലാണ്, ഇലക്ട്രോണിനും കമ്പാരിറ്റീവ്ലി മാസ് കുറവാണ്. അപ്പോൾ ആറ്റത്തിന്റെ ഭൂരിഭാഗം മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ന്യൂക്ലിയസിനകത്താണ്. പക്ഷേ ആ ന്യൂക്ലിയസിന്റെ വലിപ്പം വളരെ വളരെ എന്താണ്? കുറവാണ്. അപ്പൊ വളരെ കുഞ്ഞു വോളിയത്തിനകത്താണ് ഇത്രയും പ്രോട്ടോണുകളും ഇത്രയും ന്യൂട്രോണുകളും എന്ത് ചെയ്യുന്നത്? ഒരുമിച്ച് ഇരിക്കുന്നത്. അപ്പൊ അവരെ ഒരുമിച്ച് നിർത്തണമെങ്കിൽ ഇങ്ങനെ റിപ്പൽ ചെയ്ത് പോകാതെ, പ്രോട്ടോണുകൾ പരസ്പരം റിപ്പൽ ചെയ്ത് പോലെ ആ കുഞ്ഞു വോളിയത്തിനകത്ത് ഇങ്ങനെ ഒരുമിച്ച് നിർത്തണമെങ്കിൽ ഒരു സ്ട്രോങ് അട്രാക്റ്റീവ് ഫോഴ്സ് വേണ്ടേ? ആ സ്ട്രോങ് അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അവരെ നമുക്ക് ഒരുമിച്ച് നിർത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ ഒരു ന്യൂക്ലിയസിനകത്ത് ആ ന്യൂക്ലിയസിനകത്തുള്ള പാർട്ടിക്കിളുകളെ, അതായത് പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും, ഇവരെ നമ്മൾ ഒരുമിച്ച് ഒരു പേര് വിളിക്കും, ന്യൂക്ലിയോസ്. എന്താ വിളിക്കുക? ന്യൂക്ലിയോസ്. ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസ്. ന്യൂക്ലിയോസ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസ് ഇൻസൈഡ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനകത്തുള്ള പാർട്ടിക്കിൾസിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസ്. അത് പ്രോട്ടോണും ആവാം, ന്യൂട്രോണും ആവാം. ഇലക്ട്രോൺ ഒരിക്കലും ന്യൂക്ലിയോൺ അല്ല, കാര്യം ഇലക്ട്രോൺ ന്യൂക്ലിയസിന്റെ പുറത്താണ്. ഓക്കെ. അപ്പൊ പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും അല്ലെങ്കിൽ ന്യൂക്ലിയോണുകളെ ഒരു ന്യൂക്ലിയസിനകത്ത് ഒരുമിച്ച് നിർത്തുന്ന സ്ട്രോങ് അട്രാക്റ്റീവ് ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഓക്കെ. അപ്പൊ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ദി സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഓർ ഇറ്റ് ഈസ് ദി സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് വിച്ച് ബൈൻഡ്സ് ദി ന്യൂക്ലിയോസ് ഇൻസൈഡ് എ ന്യൂക്ലിയസ്. ഒരു ന്യൂക്ലിയസിനകത്തുള്ള ന്യൂക്ലിയോണുകളെ ഒരുമിച്ച് നിർത്തുന്ന സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് വിളിക്കുക. ഓക്കെ. അപ്പൊ ഈ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് ആ കുഞ്ഞു വോളിയത്തിനകത്ത് ന്യൂക്ലിയോണുകൾ എല്ലാം കൂടെ എന്ത് ചെയ്യുന്നത്? ഒരുമിച്ച് നിൽക്കുന്നത്. അപ്പൊ ഈ ഫോഴ്സിന്റെ ഒരു പ്രത്യേകത, അത് വളരെ ഷോർട്ട് റേഞ്ച് ആണ്. ഒരു ചെറിയ സ്ഥലത്താണ് ഇത് ആക്ട് ചെയ്യുന്നത്. ന്യൂക്ലിയസിന്റെ വലിപ്പം വളരെ കുറവാണ്. ഓക്കെ. അപ്പൊ ഷോർട്ട് റേഞ്ച് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ്. ഇറ്റ് ഈസ് ദി സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് നോൺ ഇൻ നേച്ചർ. നമ്മുടെ നേച്ചറിൽ അറിയപ്പെടുന്നതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് എന്ത്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് ചാർജിനെയോ മാസിനെയോ എന്ത് ചെയ്യില്ല? ഡിപ്പെൻഡ് ചെയ്യില്ല. ഇറ്റ് ഈസ് ചാർജ് ഇൻഡിപെൻഡന്റ് ആൻഡ് മാസ് ഇൻഡിപെൻഡന്റ്. ഇത് ചാർജിനെയോ മാസിനെയോ ഡിപ്പെൻഡ് ചെയ്യില്ല. എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് പ്രോട്ടോണുകൾ തമ്മിലുള്ള ന്യൂക്ലിയർ ഫോഴ്സും രണ്ട് ന്യൂട്രോണുകൾ തമ്മിലുള്ള ന്യൂക്ലിയർ ഫോഴ്സും ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും തമ്മിലുള്ള ന്യൂക്ലിയർ ഫോഴ്സും സെയിം ആണ്. ഓക്കെ. ന്യൂക്ലിയസിനകത്തുള്ള പാർട്ടിക്കിളുകൾ തമ്മിലുള്ള ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയാം. ന്യൂക്ലിയസിനകത്തുള്ള പാർട്ടിക്കിളുകൾ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുമ്പോൾ അത് ആരൊക്കെ തമ്മിലാവാം? രണ്ട് പ്രോട്ടോണുകൾ തമ്മിലാവാം, അല്ലെങ്കിൽ രണ്ട് ന്യൂട്രോണുകൾ തമ്മിലാകാം, അല്ലെങ്കിൽ ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും തമ്മിലാവാം. ശരിയാണോ? ഈ മൂന്ന് കേസിലും രണ്ട് പ്രോട്ടോണുകൾ തമ്മിലുള്ള ന്യൂക്ലിയർ ഫോഴ്സ് എടുത്താലും രണ്ട് ന്യൂട്രോണുകൾ തമ്മിലുള്ള ന്യൂക്ലിയർ ഫോഴ്സ് എടുത്താലും ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും തമ്മിലുള്ള ന്യൂക്ലിയർ ഫോഴ്സ് എടുത്താലും ആ ഫോഴ്സുകളുടെ എല്ലാം സ്ട്രെങ്ത് എന്താണ്? സെയിം ആണ്, ഒരുപോലെയാണ്. അതിന്റെ അർത്ഥം എന്താ? ഇവിടെ സെയിം മാസ് ആണ്, ചാർജും ഉണ്ട്, സെയിം ചാർജാണ്. ഇവിടെ സെയിം മാസ് ആണ്, ചാർജ് ഇല്ല. ഇവിടെ വ്യത്യസ്ത മാസ് ആണ്, വ്യത്യസ്ത ചാർജാണ്. പ്രോട്ടോൺ ഒരു മാസം, ന്യൂട്രോൺ വേറൊരു മാസം. ശരിയാണ്. ഏറെക്കുറെ സെയിം ആണെങ്കിലും ചെറിയ വ്യത്യാസമുണ്ട്. ഓക്കെ. അപ്പൊ രണ്ട് വ്യത്യസ്ത മാസ്, ഒരാൾക്ക് ചാർജ് ഉണ്ട്, ഒരാൾക്ക് ചാർജ് ഇല്ല. അപ്പൊ ഇത് മാസിനെ ഡിപ്പെൻഡ് ചെയ്യോ? ഇല്ല. ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യോ? ഇല്ല. സോ ന്യൂക്ലിയർ ഫോഴ്സിന്റെ പ്രത്യേകത, അത് ചാർജിനെയോ മാസിനെയോ എന്ത് ചെയ്യില്ല? ഡിപ്പെൻഡ് ചെയ്യില്ല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ചാർജ് ആൻഡ് മാസ്. നമ്മൾ ആദ്യത്തെ ഫോഴ്സ് പറഞ്ഞല്ലോ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അത് മാസിനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലെ? F=G(m1m2)/r². മാസ് മാറുമ്പോൾ ഫോഴ്സ് മാറും. വ്യത്യസ്ത മാസുകൾക്കിടയിലുള്ള ഫോഴ്സ് വ്യത്യസ്തമാണ്. ഇനി നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് പറഞ്ഞല്ലോ, F=K(Q1Q2)/r². അത് ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യും, Q1 ആൻഡ് Q2. ആദ്യത്തെ ചാർജ് ആണ് Q1, രണ്ടാമത്തെ പാർട്ടിക്കിളിന്റെ ചാർജ് ആണ് Q2. Q1 ലും Q2 ലും വ്യത്യാസം വരുമ്പോഴത്തേക്ക് ആ ഫോഴ്സിൽ എന്ത് വരും? വ്യത്യാസം വരും.
അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാസ് ഡിപ്പെൻഡന്റ് ആണ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ചാർജ് ഡിപ്പെൻഡന്റ് ആണ്. പക്ഷേ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഇത് രണ്ടിനെയും എന്ത് ചെയ്യില്ല, ഡിപ്പെൻഡ് ചെയ്യില്ല. അതുകൊണ്ടാണ് രണ്ട് പ്രോട്ടോണുകൾക്കിടയിലും രണ്ട് ന്യൂട്രോണുകൾക്കിടയിലും ഒരു പ്രോട്ടോണിനും ഒരു ന്യൂട്രോണിനും ഇടയിലും അനുഭവപ്പെടുന്നത് ഒരേ ഫോഴ്സായി മാറുന്നത്. ഓക്കെ ആണോ? സോ ഇത്രയുമാണ് ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചറിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോ 4 ഫണ്ടമെന്റൽ ഫോഴ്സുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ 4 ഫോഴ്സുകളും എവിടെയൊക്കെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, 4 ഫോഴ്സുകളുടെയും ക്യാരക്ടേഴ്സ് നമുക്ക് മനസ്സിലാവുമല്ലോ. ഇനി എക്സാമിന് പല രീതിയിലാണ് ഈ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ഭാഗത്തു നിന്നാണ് കൂടുതൽ എന്ത് ചെയ്തിട്ടുള്ളത് ചോദിച്ചാൽ. പറഞ്ഞല്ലോ, ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഈ ഭാഗം മാത്രമാണ് നമുക്ക് നോക്കേണ്ടത്. ഇതിൽ നിന്നാണ് സ്ഥിരമായിട്ട് എന്ത് ചെയ്യുന്നത് ചോദ്യങ്ങൾ വരുന്നത്. പല രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോ ഒരു തവണ ചോദിച്ച ചോദ്യം ഇതാണ്, വിച്ച് ഈസ് ദി സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. നേച്ചറിലെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് ഏതാണ്? ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ്? നമ്മൾ അവസാനം പറഞ്ഞ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഏതാണ് വീക്കസ്റ്റ് ഫോഴ്സ്? വീക്കസ്റ്റ് ഫോഴ്സ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് വീക്കസ്റ്റ് ഫോഴ്സ്. ശരിയാണ്. അറേഞ്ച് ദി ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ ദി ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ സ്ട്രെങ്ത്. ഫണ്ടമെന്റൽ ഫോഴ്സുകളെ സ്ട്രെങ്ത് കൂടി വരുന്ന മുറയ്ക്ക് എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യുക. സ്ട്രെങ്ത് കൂടി വരുന്ന മുറയ്ക്ക് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരും. ആദ്യം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വരും, രണ്ടാമത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് വരും, മൂന്നാമത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് വരും, നാലാമത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് വരും. ശരിയാണ്. അങ്ങനെ വേറൊരു ചോദ്യം, വിച്ച് ഫോഴ്സ് എക്സിസ്റ്റ് ബിറ്റ്വീൻ എനി 2 masses ഇൻ ദി യൂണിവേഴ്സ്. നമ്മുടെ യൂണിവേഴ്സിലുള്ള ഏത് 2 മാസുകൾക്കിടയിലും, ഏത് 2 ബോഡികൾക്കിടയിലും, എല്ലാ വസ്തുക്കൾക്കും മാസം ഉണ്ട്. അപ്പൊ ഏത് 2 വസ്തുക്കൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ, ഏത് 2 മാസമുള്ള വസ്തുക്കൾക്കും ഇടയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഏതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അങ്ങനെ പല രീതിയിലാണ് ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങളും നമുക്ക് ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ എന്ത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ, ആൻസർ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പൊ വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് സാധാരണ ഈ സെക്ഷനിലൊക്കെ എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. 1/2 മാർക്കാണ് നമുക്ക് മാക്സിമം ഈ ചാപ്റ്ററിൽ നിന്ന് കിട്ടുന്നത്. അത് ഈ ടോപ്പിക്കിൽ നിന്ന് തന്നെയാണ് എന്ത് ചെയ്യുക, ചോദ്യം. ഓക്കെ, ഇനി ഞാൻ നിങ്ങളുടെ ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പൊ 2 പ്രോട്ടോണുകൾക്കിടയിൽ, ശരിയാണ്, ന്യൂക്ലിയസിനകത്തുള്ള 2 പ്രോട്ടോണുകൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? 2 പ്രോട്ടോണുകൾക്കിടയിലുള്ള ഫോഴ്സ് ഏതൊക്കെയാണ്? 2 പ്രോട്ടോണുകൾക്കിടയിൽ ഏതൊക്കെ ഫോഴ്സ് കാണാം? 2 പ്രോട്ടോണുകൾക്കിടയിൽ, പ്രോട്ടോണുകൾക്ക് മാസ് ഉണ്ടല്ലോ, പ്രോട്ടോണുകൾക്ക് മാസ് ഉണ്ട്. അപ്പോൾ 2 പ്രോട്ടോണുകൾക്കിടയിൽ എന്ത് കാണും? മാസ് കൊണ്ടുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. മാസ് കൊണ്ടുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാണും. ശരിയല്ലേ? മാസ് കൊണ്ടുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പൊ പ്രോട്ടോണുകൾക്ക് മാസ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. 2 പ്രോട്ടോണുകൾക്ക് ചാർജ് ഉണ്ടല്ലോ. പ്രോട്ടോണുകൾക്ക് ചാർജ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്കിടയിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ. കാര്യം പ്രോട്ടോണുകളുടെ ചാർജ് സെയിം ആണ്, ലൈക്ക് ചാർജ് ആണ്. അപ്പൊ റിപ്പൾഷൻ. സോ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ അവർക്കിടയിൽ കാണും. ഇനി പ്രോട്ടോണുകൾ ന്യൂക്ലിയസിനകത്തായതുകൊണ്ട് അവർക്കിടയിൽ എന്ത് കാണും? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് കാണും. ശരിയല്ലേ? അപ്പൊ 3 ഫോഴ്സുകൾ ഉണ്ട്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാണും, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ കാണും, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാണും. പക്ഷെ ഈ 3 ഫോഴ്സുകളിൽ വെച്ച് ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ശരിയാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷനേക്കാളും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൾഷനേക്കാളും വലുത്, ഇവിടെ ഡോമിനന്റ് ആയിട്ട് വരുന്നത് ഏത് ഫോഴ്സ് ആണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും. ഓക്കെ ആണോ? അപ്പൊ ഇത്രയുമാണ് നമുക്ക് എന്തിനെ കുറിച്ച് പറയാനുള്ളത്, ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചറിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കൺസർവേഷൻ ലോസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. കൺസർവേഷൻ ലോസ് ഇതും കൂടെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഉള്ളത്. ഈ കൺസർവേഷൻ ലോസ് ഏതൊക്കെയാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ആക്ച്വലി ഈ കൺസർവേഷൻ ലോസ് എല്ലാം നമ്മൾ ഇനി അങ്ങോട്ട് വരുന്ന പല ചാപ്റ്ററുകളിലും എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തൽക്കാലം കൺസർവേഷൻ ലോസ് ഏതൊക്കെയാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. നമ്മൾ ഫിസിക്സിൽ പ്രധാനമായിട്ടും 4 കൺസർവേഷനെ കുറിച്ചാണ് പറയുന്നത്. 4 കൺസർവേഷൻ ലോസിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ 1-2 നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. സോ ഒന്നാമത്തത്, ഏറ്റവും പ്രധാനപ്പെട്ടത് കൺസർവേഷൻ ഓഫ്
എനർജി. കേട്ടിട്ടുള്ളല്ലേ? കൺസർവേഷൻ ഓഫ് എനർജി. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതുമാണ് കൺസർവേഷൻ ഓഫ് എനർജി. എന്താണ് കൺസർവേഷൻ ഓഫ് എനർജി? ടോട്ടൽ എനർജി റിമൈൻസ് കോൺസ്റ്റന്റ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എനർജി ക്യാൻ നെതർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. എനർജി നമുക്ക് പുതുതായിട്ട് നിർമ്മിക്കാൻ പറ്റില്ല, ഉള്ള എനർജി നമുക്ക് നശിപ്പിക്കാനും പറ്റില്ല. നമുക്ക് ആകെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താ? എനർജിയെ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലോട്ട് എന്ത് ചെയ്യുക? കൺവേർട്ട് ചെയ്യും. അപ്പൊ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും, അല്ലെങ്കിൽ കൺസർവ്ഡ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? കൺസർവേഷൻ ഓഫ് എനർജി എന്ന് വിളിക്കുക. ഇതാണ് ആദ്യത്തെ കൺസർവേഷൻ ലോ. രണ്ടാമത് വരുന്നത് കൺസർവേഷൻ ഓഫ് ചാർജ്. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ചാർജ് നമുക്ക് പുതുതായിട്ട് നിർമ്മിക്കാൻ പറ്റില്ല. ചാർജ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ, പുതുതായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് നമുക്ക് ചാർജ് ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പൊ ഒരു ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ മറ്റൊരു ആറ്റത്തിലേക്ക് പോകും. ആറ്റം നമുക്കറിയാം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ശരിയല്ലേ? ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ഇങ്ങനൊരു ആറ്റം എടുക്കും, ഇതും വേറൊരു ആറ്റം. ഈ രണ്ട് ആറ്റവും ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാര്യം എന്താ? ഒരു ആറ്റത്തിനകത്ത് എത്ര പ്രോട്ടോൺ ഉണ്ടോ, പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. എത്ര പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോൺ ഉണ്ടോ അത്ര തന്നെ നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോണും ഉണ്ട്. അപ്പൊ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജും പരസ്പരം ബാലൻസ് ചെയ്യുന്നു. അപ്പൊ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് എന്താണ്? സീറോ. ഈ ആറ്റത്തിന്റെയും ടോട്ടൽ ചാർജ് എന്താണ്? സീറോ. ശരിയല്ലേ? ഇനി സപ്പോസ് ഈ ആറ്റത്തിൽ നിന്ന് ഈ ആറ്റത്തിലേക്ക് ഒരു ഇലക്ട്രോൺ പോകുന്നു വിചാരിക്കാം. ഈ ആറ്റത്തിൽ നിന്ന് ഈ ആറ്റത്തിലേക്ക് ഒരു ഇലക്ട്രോൺ പോയാൽ എന്ത് പറ്റും? ഇവിടുന്ന് ഇലക്ട്രോൺ പോകുമ്പോൾ ഈ ആറ്റം ഉണ്ടാവും പോസിറ്റീവ് ആകും. പോസിറ്റീവ് ആയോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ ആറ്റം എന്താവും? പോസിറ്റീവ് ആയോ? ശരിയല്ലേ? ഇലക്ട്രോണിനെ കിട്ടുന്ന ഈ ആറ്റം എന്താവും? നെഗറ്റീവ് ആയോ? ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്ന ഈ ആറ്റം പോസിറ്റീവ് ആയോണും ഇലക്ട്രോൺ കിട്ടുന്ന ഈ ആറ്റം എന്താവും? നെഗറ്റീവ് ആയോണും. ശരിയാണോ? അപ്പൊ ഈ ഇലക്ട്രോൺ ട്രാൻസ്ഫറിന് മുമ്പ് ഈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഈ രണ്ട് ആറ്റങ്ങളുടെ ടോട്ടൽ ചാർജ് എന്തായിരുന്നു? ഈ ആറ്റം ന്യൂട്രൽ ആയിരുന്നു, ഈ ആറ്റവും ന്യൂട്രൽ ആയിരുന്നു. അപ്പോൾ ടോട്ടൽ ചാർജ് ഓഫ് ദി സിസ്റ്റം എന്തായിരുന്നു? സീറോ ആയിരുന്നു. ശരിയല്ലേ? ഇനി ചാർജ് ട്രാൻസ്ഫർ നടന്നതിന് ശേഷം ഇലക്ട്രോൺ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയതിനു ശേഷം ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ്, സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരാളല്ല, രണ്ടുപേരും കൂടെ ചേർന്നാണ് അതല്ലേ സിസ്റ്റം. സോ ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ് എന്താ? ഈ ആറ്റത്തിന്റെ ചാർജ് പോസിറ്റീവ്, ഇതിന്റെ ചാർജ് എന്താ? നെഗറ്റീവ്. സോ രണ്ടുകൂടെ കൂട്ടുമ്പോൾ എന്തായിരിക്കും? സീറോ. ഇത് എത്ര പോസിറ്റീവ് ആണോ അത്ര ഈക്വൽ ആയിട്ടുള്ള നെഗറ്റീവ് ആണ്. ഒരു ഇലക്ട്രോണല്ലേ പോയത്. അപ്പൊ കറസ്പോണ്ടിങ് പ്ലസ് ചാർജ് ഇവിടെ, കറസ്പോണ്ടിങ് മൈനസ് ചാർജ് ഇവിടെ. രണ്ടുകൂടെ കൂട്ടുമ്പോൾ എഗെയിൻ എന്താണ്? സീറോ. അപ്പൊ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പും ടോട്ടൽ ചാർജ് സീറോ ആണ്. ഇലക്ട്രോൺ ചാർജ് ചെയ്തതിന് ശേഷവും ടോട്ടൽ ചാർജ് രണ്ടോട് കൂട്ടിയാൽ ടോട്ടൽ ചാർജ് എന്താണ്? സീറോ. ശരിയല്ലേ? അപ്പൊ ചാർജ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, ബട്ട് ടോട്ടൽ ചാർജ് റിമൈൻസ് സെയിം ഓർ കൺസർവ്. ദാറ്റ് ഈസ് കോൾഡ് കൺസർവേഷൻ ഓഫ് ചാർജ്. അടുത്ത മൂന്നാമത്തെ കൺസർവേഷൻ എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ലീനിയർ മൊമെന്റത്തിന്റെ കൺസർവേഷൻ. ലീനിയർ മൊമെന്റത്തിന്റെ കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലീനിയർ മൊമെന്റം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ ഇക്വേഷൻ എഴുതാം. P is equal to mv. മലയാളത്തിൽ നമ്മൾ അതിനെ ആക്കം എന്ന് പറയും. ലീനിയർ മൊമെന്റത്തിന്റെ മലയാളം ആക്കമാണ്. P എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. P is equal to mv, where m is the mass and v is the velocity. Product of mass and velocity of a body is called its linear momentum. മലയാളത്തിൽ ആക്കം എന്ന് പറയും. അപ്പൊ ഒരു സിസ്റ്റത്തിന്റെ ലീനിയർ മൊമെന്റം എപ്പോഴും കൺസർവ്ഡ് ആയിരിക്കും. കണ്ടീഷൻ ഉണ്ട്, സിസ്റ്റത്തിൽ പുറത്തുനിന്ന് എന്ത് ചെയ്യരുത്? ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യരുത്. ഒരു സിസ്റ്റത്തിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്തിരുന്നില്ല. എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പുറത്തുനിന്ന് അനുഭവപ്പെടുന്ന ഫോഴ്സ്. സോ പുറത്തുനിന്ന് ഫോഴ്സ് ഒന്നും അനുഭവപ്പെട്ടില്ലെങ്കിൽ, പുറത്തുനിന്നുള്ള ഫോഴ്സ് ഒന്നും വന്നില്ല എങ്കിൽ ആ സിസ്റ്റത്തിന്റെ ലീനിയർ മൊമെന്റം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും, മാറത്തില്ല. നമ്മൾ എനർജി മാറില്ല, ചാർജ് മാറില്ല എന്ന് പറഞ്ഞതുപോലെ ലീനിയർ മൊമെന്റം, സിസ്റ്റത്തിന്റെ മൊത്തം ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഒരു കണ്ടീഷൻ ഉണ്ട്, പുറത്തു നിന്ന് ഫോഴ്സ് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ആക്ട് ചെയ്യാൻ പാടില്ല. സോ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്തില്ലെങ്കിൽ ടോട്ടൽ ലീനിയർ മൊമെന്റം ഓഫ് എ സിസ്റ്റം റിമൈൻസ് കോൺസ്റ്റന്റ്. ദാറ്റ് ഈസ് കോൾഡ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ഓക്കെ, അവസാനത്തെ കൺസർവേഷൻ of angular momentum. Conservation of angular momentum. എന്താണ് ഈ ആംഗുലാർ മൊമെന്റം?
ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ബോഡിക്കുള്ള മൊമെന്റമാണ് ലീനിയർ മൊമെന്റം. അതിന് പകരം നമ്മൾ റൊട്ടേഷണൽ മോഷൻ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, റൊട്ടേറ്റ് ചെയ്യുന്ന ബോഡിയെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ലീനിയർ മൊമെന്റം പോലെ റൊട്ടേറ്റ് ചെയ്യുന്ന ബോഡിക്ക് ഉണ്ടാകുന്ന ഒരു മൊമെന്റമാണ് ആംഗുലാർ മൊമെന്റം. നമ്മൾ വിശദമായിട്ട് അടുത്ത പാഠങ്ങളിൽ പഠിക്കും. ആംഗുലാർ മൊമെന്റ് എന്താണെന്ന് നമുക്കിപ്പോ ഇവിടെ ഈ കേസിൽ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന 6ാമത്തെ ചാപ്റ്റർ ഉണ്ട്, 7ാമത്തെ ചാപ്റ്റർ ഉണ്ട്, അതിൽ നമുക്ക് വിശദമായിട്ട് അതിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ അറിഞ്ഞാൽ മതി, ലീനിയർ മൊമെന്റം പോലെ റൊട്ടേറ്റ് ചെയ്യുന്ന ബോഡിക്കുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് എന്ത്, ആംഗുലാർ മൊമെന്റം. അതിന്റെ ഇക്വേഷൻ ഇതാണ്, m. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ബോർ ആറ്റം മോഡലിലൊക്കെ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. ബോർ ആറ്റം മോഡലിലൊക്കെ ആംഗുലാർ മൊമെന്റത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആംഗുലാർ മൊമെന്റത്തിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ L വെച്ചിട്ടാണ്. L = mvr. നേരത്തെ പോലെ തന്നെ mv ആണ്, അതിന്റെ കൂട്ടത്തിൽ ഒരു r കൂടെ വരുന്നേ ഉള്ളൂ. എന്താണ് m? മൂവ് ചെയ്യുന്ന ബോഡിയുടെ മാസ്. v എന്താണ്? അതിന്റെ വെലോസിറ്റി. r എന്ന് പറഞ്ഞാൽ അത് മൂവ് ചെയ്യുന്ന സർക്കുലർ പാത്തിന്റെ റേഡിയസ്. ഞാൻ പറഞ്ഞല്ലോ, സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്ന ബോഡിക്കാണ് നമ്മൾ എന്ത് പറയുക, ആംഗുലാർ മൊമെന്റം പറയാ. ആ സർക്കുലർ പാത്തിന്റെ റേഡിയസ് ആണ് എന്ത്, r. ഓക്കെ. അപ്പോ ഒരു സിസ്റ്റത്തിന്റെ നേരത്തെ പറഞ്ഞതുപോലെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫോഴ്സ് ഒന്നും അനുഭവപ്പെട്ടില്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ ആംഗുലാർ മൊമെന്റം എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. എക്സ്റ്റേണൽ ഫോഴ്സ് അനുഭവപ്പെട്ടില്ലെങ്കിൽ ലീനിയർ മൊമെന്റവും കോൺസ്റ്റന്റ് ആയിരിക്കും, ആംഗുലാർ മൊമെന്റവും കോൺസ്റ്റന്റ് ആയിരിക്കും. ആദ്യത്തെ വിളിക്കുന്ന പേര് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റവും, രണ്ടാമത്തെ വിളിക്കുന്ന പേര് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ശരിയാണ്. അപ്പൊ ഈ 4 കൺസർവേഷനെ കുറിച്ച് നമ്മൾ അടുത്ത പാഠങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. ഈ ചാപ്റ്ററിൽ ഏതൊക്കെ കൺസർവേഷൻ ലോസ് ഓഫ് ഫിസിക്സിൽ ഉണ്ട് എന്ന് മാത്രം, പേര് മാത്രം എന്ത് ചെയ്തിരുന്നാൽ മതി, അറിഞ്ഞിരുന്ന. ഓക്കെ. അപ്പൊ ഏതൊക്കെയാണ് 4 കൺസർവേഷൻ? കൺസർവേഷൻ ഓഫ് എനർജി, conservation of charge, conservation of linear momentum, and finally conservation of angular momentum. Okay. അപ്പൊ ഇത്രയുമാണ് ഈ ചാപ്റ്റർ. ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. ശരിയാണോ? ഇത് കണ്ടിട്ട് ബാക്കിയുള്ള എല്ലാ ചാപ്റ്ററും ഇത്രയേ ഉള്ളൂ എന്ന് ഒരിക്കലും എന്ത് ചെയ്യരുത്, തെറ്റിദ്ധരിക്കരുത് കേട്ടോ. നിങ്ങൾ സ്കൂളിലൊക്കെ അഡ്മിഷൻ എടുക്കുമ്പോൾ പലപ്പോഴും ഈ ചാപ്റ്റർ ഒന്നും പല സ്ഥലത്തും എന്ത് ചെയ്യില്ല, പഠിപ്പിക്കില്ല. പല സ്കൂളിലും പഠിപ്പിക്കാറില്ല. കാര്യം ഈ ഫോഴ്സുകളെ കുറിച്ചും ഒക്കെ നമ്മൾ ഇനി പല ചാപ്റ്ററുകളിലായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് എന്ത് ചെയ്യാനുള്ളതാണ്, പഠിക്കാനുള്ളത്. അതുകൊണ്ട് ഈ ചാപ്റ്റർ പല സ്കൂളിലും എന്ത് ചെയ്യാറില്ല, പഠിക്കാറില്ല. രണ്ടാമത്തെ ചാപ്റ്റർ തൊട്ട് മുതലേ പഠിപ്പിക്കാറുള്ളൂ. കാര്യം ഇത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാഠം അല്ല. പക്ഷെ അര മാർക്കിന് മാക്സിമം 1 മാർക്ക്, പലപ്പോഴും 1/2 മാർക്കിനാണ് ചോദിക്കുന്നത്. 1/2 മാർക്കിനുള്ള ചോദ്യം ഈ ചാപ്റ്ററിൽ നിന്ന് കിട്ടും. അത് ഞാൻ പറഞ്ഞല്ലോ, സ്ഥിരമായി ചോദിക്കുന്നത് ഫണ്ടമെന്റൽ ഫോഴ്സുകളെ കുറിച്ചുള്ള ടോപ്പിക്കിൽ നിന്നാണ്. ഞാൻ ആ ക്വസ്റ്റ്യനുകളും നിങ്ങളുമായിട്ട് പങ്കുവച്ചതാണ്. ഓക്കെ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഫണ്ടമെന്റൽ ഫോഴ്സുകളെ കുറിച്ചും കൺസർവേഷൻ ലോസിനെ കുറിച്ചും മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. വേറെ കാര്യങ്ങളൊന്നും ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ടെക്സ്റ്റ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ, NCERT ടെക്സ്റ്റ് കിട്ടുമ്പോൾ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ അതിൽ കുറെ പേജുകളുണ്ട്. കുറെ പേജിനകത്ത് കുറെ എഴുതിയിട്ടുണ്ട്. ശരിയാണ്. നമുക്കിത് ഫിസിക്സിന്റെ ബുക്കാണോ ഹിസ്റ്ററിയുടെ ബുക്കാണോ എന്നൊരു സംശയം തോന്നും. കുറെ വർഷങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും കണ്ട് പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അതൊന്നും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യങ്ങളല്ല. എന്താണ് സയൻസ്, എന്താണ് ടെക്നോളജി, ഫിസിക്സിലെ നോബൽ പ്രൈസ് കിട്ടിയ ആൾക്കാരുടെ, സയന്റിസ്റ്റുകളുടെ പേര്, അത് കിട്ടിയ വർഷം, അതിന്റെ ടോപ്പിക്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അതൊന്നും ആരും കാണാതെ ഒന്നും പഠിക്കരുത്. അതൊന്നും എക്സാമിന് ചോദിക്കുന്നതല്ല. എക്സാമിന് ചോദിക്കുന്ന കാര്യം ഇത്ര മാത്രമാണ്. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് പറഞ്ഞായിരുന്നു, ഇന്നും പറഞ്ഞു. ഓക്കെ. ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി നിങ്ങൾക്ക് മെസ്സേജ്